3 അൽ മുസമ്മിൽ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 20. മൂടിപ്പുതച്ചുറങ്ങുന്നവനെന്നാണ് മുസമ്മിലിന്റെ അർത്ഥം. 1-ാം സൂക്തത്തിൽ പ്രവാചകനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച പദം. ഇതിലെ ആദ്യ ഭാഗം അവതീർണമായത് മക്കയിൽ ഇസ്ലാമിന്റെ പരസ്യപ്രബോധനവും അതേ തുടർന്നുള്ള ശത്രുക്കളുടെ എതിർപ്പും ഉണ്ടായ ഘട്ടത്തിലാണ്. അവസാന ഭാഗം മദീനയിൽ അവതീർണമായത്. ആദ്യ ഭാഗം പ്രവാചകനോട് ആത്മീയ ശക്തി നേടാൻ നിർദ്ദേശിക്കുന്നു. തുടർന്ന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു. പിന്നീട് പ്രവാചകനോട് ശത്രുത പുലർത്തുന്നവരെ താക്കീത് ചെയ്യുന്നു. അവസാന ഭാഗത്ത് രാത്രി നമസ്കാര കാര്യത്തിൽ ആദ്യം നൽകിയ കർക്കശ നിബന്ധന ലഘൂകരിക്കുന്നു. സത്യവിശ്വാസം സ്വീകരിക്കുന്നവർക്കുള്ള സദ്ഫലങ്ങളെ സംബന്ധിച്ച് ശുഭവാർത്ത നൽകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂടി പുതച്ചവനെ, രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക, കുറച്ചുനേരമൊഴികെ. അതായത് രാവിന്റെ പാതി അല്ലെങ്കിൽ അതിൽ അല്പം കുറയ്ക്കുക, അല്ലെങ്കിൽ അല്പം വർദ്ധിപ്പിക്കുക. ഖുർആൻ നിർത്തി സാവധാനം ഓതുക. നിനക്കു നാം ഭാരിച്ച വചനം അവതരിപ്പിക്കുന്നതാണ്. രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റുള്ള നമസ്കാരം ഏറെ ഹൃദയ സാന്നിധ്യം ഉളവാക്കുന്നതാണ്, സംസാരം സത്യനിഷ്ഠമാക്കുന്നതും. പകൽ സമയത്ത് നിനക്ക് ദീർഘമായ ജോലി തിരക്കുണ്ടല്ലോ. നിന്റെ നാഥന്റെ നാമം സ്മരിക്കുക. മറ്റെല്ലാറ്റിൽ നിന്നും വിട്ടൊഴിഞ്ഞ് അവനിൽ മാത്രം മുഴുകുക. അവൻ ഉദയാസ്തമയ സ്ഥലങ്ങളുടെ ഉടമയാണ്. അവനല്ലാതെ ദൈവമില്ല. അതിനാൽ അവനെ മാത്രം ഭരമേൽപ്പിക്കുക. സത്യനിഷേധികൾ പറയുന്നതൊക്കെ ക്ഷമിക്കുക. അവരിൽ നിന്ന് മാന്യമായി വിട്ടകന്നു നിൽക്കുക. സമ്പന്നരായ ഈ നിഷേധികളുടെ കൈകാര്യം എനിക്ക് വിട്ടേക്കുക. അവർക്ക് ഈ അവസ്ഥയിൽ അല്പം കൂടി സമയം അനുവദിക്കുക. തീർച്ചയായും നമ്മുടെ അടുക്കൽ കാൽച്ചങ്ങലകളും കത്തിക്കാളുന്ന നരകത്തീയുമുണ്ട്. ചങ്കിൽ കുടുങ്ങുന്ന ആഹാരവും വേദനയേറിയ ശിക്ഷയും. ഭൂമിയും മലകളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ മണൽക്കൂനകൾ പോലെ ചിതറിപ്പോവുകയും ചെയ്യുന്ന ദിനമാണത്. ഉറപ്പായും നിങ്ങളിലേക്ക് നാം ഒരു ദൂതനെ നിയോഗിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സാക്ഷിയായി. ഫിർഔന്റെ അടുത്തേക്ക് ദൂതനെ അയച്ച പോലെ. ഫിർഔൻ ആ ദൂതനെ ധിക്കരിച്ചു. അതിനാൽ അവനെ നാം ശക്തമായ ഒരു പിടുത്തം പിടിച്ചു. നിങ്ങൾ സത്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികളെ കൂടി നരച്ചവരാക്കുന്ന ആ ദിനത്തെ നിങ്ങൾക്ക് എങ്ങനെ കരുതിയിരിക്കാനാവും? ആകാശം പൊട്ടിപ്പിളരുന്ന ദിനമാണത്. അല്ലാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് ഒരു ഉദ്ബോധനമാണ്. അതിനാൽ ഇഷ്ടമുള്ളവൻ തന്റെ നാഥങ്കലേക്കുള്ള മാർഗം അവലംബിച്ചുകൊള്ളട്ടെ. നിന്റെ നാഥൻ അറിയാം. നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു സംഘവും രാവിന്റെ മിക്കവാറും 2 ഭാഗവും, ചിലപ്പോൾ പാതി ഭാഗവും, മറ്റു ചിലപ്പോൾ 1/3 ഭാഗവും നിന്ന് നമസ്കരിക്കുന്നുണ്ട്. രാപ്പകലുകൾ കണക്കാക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങൾക്കത് കൃത്യമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാം. അതിനാൽ നിങ്ങൾക്ക് ഇളവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര പാരായണം ചെയ്ത് നമസ്കാരം നിർവഹിക്കുക. നിങ്ങളിൽ ചിലർ രോഗികളാണ്. വേറെ ചിലർ അല്ലാഹുവിന്റെ അനുഗ്രഹം അന്വേഷിച്ച് ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ്. ഇനിയും ചിലർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരും. ഇത് അവന് നന്നായി അറിയാം. അതിനാൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്രദമായത് പാരായണം ചെയ്യുക. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. സകാത്ത് നൽകുക. അല്ലാഹുവിന് ഉത്തമമായ കടം കൊടുക്കുക. നിങ്ങൾ സ്വന്തത്തിനു വേണ്ടി മുൻകൂട്ടി ചെയ്യുന്ന നന്മകളൊക്കെയും അല്ലാഹുവിങ്കൽ ഏറെ ഗുണമുള്ളതായി നിങ്ങൾക്കു കണ്ടെത്താം, മഹത്തായ പ്രതിഫലമുള്ളതായും. നിങ്ങൾ അല്ലാഹുവോട് മാപ്പപേക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്.